ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ട്രാവൽ വീഡിയോസ് ഒന്നുമല്ല ചെയ്യുന്നത്. ഇന്ന് ഞാൻ പുതിയൊരു കാര്യമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഞാനിന്ന് മാർക്കോ സിനിമ കണ്ടതിന് ശേഷം എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ നമ്മളെ ഏറ്റവും ഹോട്ട് ചെയ്യുന്നുണ്ടെന്നറിയോ? നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ കൺമുന്നിൽ വേദനിച്ചില്ലാതെ ആവുന്നതാണ്. ഇതൊരിക്കലും ഒരു സിനിമ റിവ്യൂ ഒന്നുമല്ല. നമ്മുടെ ചാനലിൽ ചെയ്യുന്നത് ട്രാവൽ വീഡിയോസാണ്. ഇനി അങ്ങോട്ടും ട്രാവൽ വീഡിയോസ് മാത്രമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പിന്നെ ചെറിയ ഇതുപോലുള്ള സമയം കിട്ടുന്ന സന്ദർഭങ്ങളിൽ ചെറിയ ഇതുപോലുള്ള മറ്റ് വീഡിയോസുകളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നിയത്, ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയ വയലൻസ് ചിത്രമായിട്ട് നമ്മുടെ മാർക്കോ മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി കുറേയേറെ നല്ലതും ചീത്തയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ആ സിനിമ കണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ പക്ക വയലൻസ് ആണ്. ഏതാണ്ട് ഒരു സെക്കൻഡ് ഹാഫ് നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലനും നായകനും എല്ലാം കൂടെ അങ്ങ് അഴിഞ്ഞാടുകയാണ്. അപ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോകും, എന്താണ് ഇതൊന്ന് നിയന്ത്രിക്കാൻ ആള് ഉണ്ടായിരുന്നെങ്കിലെന്ന്. അത് ആരും നിയന്ത്രിക്കുന്നില്ല. ഇത് എവിടെ പോയി നിൽക്കും, ഈ സംഘർഷം എവിടെ പോയി നിൽക്കും, ഈ വയലൻസ് എവിടെ പോയി നിൽക്കും എന്ന് നമുക്ക് തന്നെ അങ്ങ് തോന്നിപ്പോകും. അതുപോലൊരു പോക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് പറയുന്നത്, കുട്ടികൾക്ക് ഓൾറെഡി കാണാൻ പറ്റില്ല. കാരണം അതിന് എ സർട്ടിഫിക്കറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ വയലൻസ് ഒരുപാടുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. നമ്മളുടെ മലയാളത്തിലെ വയലൻസ് സങ്കല്പങ്ങളെ മാറ്റിമറിച്ച ഒരു കഥ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുപോലെയാണ് അത് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികളെയും കൊണ്ടൊന്നും മാക്സിമം തിയേറ്ററിൽ പോകാൻ സാധിക്കില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ കാണുവാണെങ്കിൽ അതിനോട് എനിക്ക് താല്പര്യമില്ല. സാധാരണപ്പെട്ട ആൾക്കാർക്ക് പോലും, അല്ലെ സാധാരണ നമ്മുടെ കൂട്ടുള്ള ആൾക്കാർക്ക് പോലും അതൊരു ഒരു ഭയങ്കര ഡിസ്റ്റർബ് ആവും നമ്മുടെ മൈൻഡിന്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചില ആൾക്കാർ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ കണ്ണുകൾ അടച്ച് ഇരുന്ന് പോയി എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഉണ്ടായേക്കാം, ഓരോ ആൾക്കാരുടെ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏതാണ്ട് ഫസ്റ്റ് ഹാഫ് നമ്മുടെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഏതാണ്ട് ആ കഥയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് തോന്നിപ്പോകും, വലിയ കുഴപ്പമൊന്നുമില്ല, ഇത്രയും പ്രശ്നമൊക്കെയല്ലോ ഉള്ളൂ എന്ന് തോന്നിപ്പോകും. ഏകദേശം ഒരു സാധാരണ ഒരു പടം പോലെയാണ് പോകുന്നത്. പക്ഷേ നമ്മളുടെ ഒരു സെക്കൻഡ് ഹാഫ് വന്നു കഴിയുമ്പോൾ, ഞാൻ മുമ്പ് പറഞ്ഞതിലൂടെ തന്നെ ഈ സംഭവം കൈവിട്ട് പോവുകയാണ്. ഏതാണ്ട് ഒരു എക്സ്ട്രീം ലെവലിൽ തന്നെ പോവുകയാണ്. ഇതൊരു വയലൻസ് ചിത്രമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് കാണാൻ വരുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പീക്ക് ലെവലിൽ തന്നെ സിനിമ നമ്മളെ എത്തിക്കും. അതല്ല ഒരു ഫാമിലി പടമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു കാര്യമായിട്ടോ നിങ്ങളതിനെ അല്ലെങ്കിൽ മറ്റൊരു പടമായിട്ട് കാണാൻ വരില്ല. കാരണം വയലൻസ് ചിത്രമാണ്, അത് വയലൻസിൻ്റെ അങ്ങേയറ്റം പോകുന്ന ഒരു ചിത്രമാണ്. അതുകൊണ്ട് തന്നെ അത് കാണാൻ വരുന്ന ആൾക്കാർക്ക് ആ സിനിമ അത് നൽകുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഇത്രയും വയലൻസ് ചിത്രങ്ങൾ നമ്മുടെ മലയാളത്തിന് വേണോ എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് എല്ലാ ചിത്രങ്ങളും വേണം. മലയാള സിനിമയെ പറ്റി പൊതുവെയുള്ള ധാരണ എന്ന് പറയുന്നത് കണ്ടന്റ് ബേസ്ഡ് ആണ്. നല്ല സ്റ്റോറികൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രണയത്തെ പറ്റിയാണെങ്കിലും കുടുംബ ബന്ധങ്ങളെ പറ്റിയൊക്കെ ആണെങ്കിലും ഒക്കെ ഒരുപാട് ഡീപ്പായിട്ട് പോകുന്ന, അല്ലെങ്കിൽ ഭയങ്കര ഫീൽ ചെയ്യിക്കുന്ന, അതിൻ്റെ എല്ലാ ലെവലിലും പോകുന്ന ചിത്രങ്ങളാണ് മലയാളത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ആവേശം ഇല്ലെങ്കിൽ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ്, അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റുള്ള ഭാഷക്കാരും കൂടെ സിനിമ കാണുന്നുണ്ട്. കാര്യം അവരാലോചിച്ചത്, ഇത്ര കുറഞ്ഞ പൈസയ്ക്ക് ഇത്ര വലിയ ടെക്നോളജികൾ ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് സെറ്റൊക്കെ ഇട്ട് ചെയ്യുന്നത് അവരെ ശരിക്കും ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ മലയാള സിനിമയിൽ തുടർന്ന് പോകുന്നത് ഇങ്ങനെയുള്ള കഥകളൊക്കെ മലയാളത്തിൽ വരും. വലിയ ആക്ഷൻ ചിത്രങ്ങൾ, ഹിന്ദി ഇല്ലെങ്കിൽ ബോളിവുഡ് ഇല്ലെങ്കിൽ തമിഴിലൊക്കെയുള്ള സ്റ്റണ്ട് പടങ്ങൾ, ആക്ഷൻ ചിത്രങ്ങളാണ് നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്ന് ചെറിയൊരു മാറ്റം മാർക്കോയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സംശയമില്ലാത്തൊരു കാര്യം തന്നെയാണ്. നമുക്കെല്ലാം വേണം. നമുക്ക് വയലൻസ് വേണം, നല്ല കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന ചിത്രങ്ങൾ വേണം, അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള ചിത്രങ്ങൾ വേണം, പുരാണപരമായിട്ടുള്ള ചിത്രങ്ങൾ വേണം. അപ്പോൾ അതിൽ ഒരു വയലൻസ് ചിത്രം അത് മലയാള സിനിമയിൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു വയലൻസ് ചിത്രം, അത് മലയാള സിനിമയുടെ ഭാഗമായിട്ട് ഒരു ഭാഗത്ത് നിൽക്കുന്നത് നമുക്കൊരു കണക്കിന് അഭിമാനിക്കാനുള്ള കാര്യമല്ലേ. സിനിമ തന്നെയാണ്. അപ്പോൾ നമ്മുടെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ, നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ 3D ചിത്രം നമ്മുടെ മലയാളം ചിത്രമാണ്. ആ മലയാളം ചിത്രം ഇപ്പോഴും ആ റെക്കോർഡ് മലയാളം ചിത്രത്തിന് വേണ്ടിയിട്ടാണ്. എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഏറ്റവും വയലൻസ് ആയിട്ടൊരു ചിത്രം മാർക്കോ, അതൊരു കോണി മാറി നിന്നോട്ടെ, അത് മലയാളത്തിലാണ് എന്ന് പറയുന്നത് നമുക്ക് നല്ലതല്ലേ.
നമുക്കറിയാം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയെ പോലെ തന്നെ വലിയൊരു വലിയ ഹൈപ്പൊന്നും ഇല്ലാതിരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മളുടെ കന്നഡ ഇൻഡസ്ട്രി. പക്ഷെ KGF എന്ന് പറയുന്ന ഒരൊറ്റ പടം വന്നതോടെ അതിൻ്റെ ലെവലങ്ങ് മാറിപ്പോയില്ലേ? അതുപോലെയൊക്കെ നമുക്കും വേണ്ടേ? നമുക്കെല്ലാം വേണ്ടേ? ആക്ഷൻ വേണ്ടേ? കുടുംബബന്ധങ്ങളുടെ കഥ പറയുന്ന ചിത്രങ്ങൾ വേണ്ടേ? നമുക്കെല്ലാം വേണം. മലയാളത്തിനും ഇതൊക്കെ സാധിക്കും. ഇത് പക്ഷേ ആൾക്കാർ മലയാള സിനിമയിൽ നിന്ന് ഇല്ലെങ്കിൽ മറ്റു ഭാഷയിലുള്ള തമിഴ്, കന്നഡ, ഹിന്ദി എന്നുള്ള അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ പ്രതീക്ഷിക്കാത്ത ഒരു വരവായിരുന്നു നമ്മുടെ മാർക്കോടെ. വയലൻസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ പോകുമെന്ന് ഒരാളും ചിന്തിച്ചിരുന്നില്ല. നമുക്കറിയാം നമ്മളുടെ ഈ ഒരു ആക്ഷൻ ത്രില്ലർ ഫിലിമാണ് നമ്മളുടെ മാർക്കോ. അത് ഹനീഫ് അദേനിയാണ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഹനീഫ് അദേനിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റ് ചിത്രങ്ങളൊക്കെ നോക്കിയറിയാം. നമ്മളുടെ ഗ്രേറ്റ് ഫാദർ, അതുപോലെ തന്നെ അബ്രഹാമിൻ്റെ സന്തതികൾ, പിന്നെ മിഖായൽ, ഈ പടങ്ങളിലൊക്കെ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വയലൻസിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന ഒരു ചിത്രം അത് അവരെന്ത് വരും അത് താഴോട്ട് കൊണ്ടുപോകില്ല. നമുക്ക് 99% നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമുക്ക് എല്ലാ സിനിമകളും വേണം. അപ്പം നമ്മുടെ മലയാളത്തിലും ഒരു സിനിമ വന്നിരിക്കുന്നു. കാണുന്നവരെ ഇഷ്ടപ്പെടട്ടെ, കാണുന്നവർ പോയി കാണട്ടെ. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് നല്ലൊരു മാറ്റം തന്നെയാണ്. ദുൽഖർ സൽമാനും അതുപോലെ തന്നെ നമ്മുടെ ഫഹദ് ഫാസിലിനും ഒക്കെ കിട്ടുന്ന പോലെ തന്നെ വലിയൊരു അംഗീകാരം ഉണ്ണിമൂന്നന് ഈ ഒരു ചിത്രത്തോടെ കിട്ടുന്നതിൽ സംശയമൊന്നുമില്ല. എഡിറ്റിംഗ് ചെയ്തേക്കുന്നത് ഷമീർ മുഹമ്മദാണ്. ചാർലിയൊക്കെ എന്താണ് ചെയ്തേക്കുന്നത് നമുക്കറിയാം. അപ്പോൾ എഡിറ്റിംഗ് സൂപ്പറാണ്. അതുപോലെ തന്നെ നമ്മുടെ മ്യൂസിക് നമ്മുടെ KGFൻ്റെ രവി ബർസൂറാണ്. ഒന്നും പറയാനില്ല. മാർക്കോ എന്ന് പറയുന്നത് ഒരു 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 കിടുക്കാച്ചി ഒരു വയലൻസ് ത്രില്ലാണ്. നമ്മളതിനെ ആ രീതിയിൽ മാത്രം കാണുക. നമുക്കറിയാം പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമ വന്ന സമയത്ത് അതിൻ്റെ ഒരു യേശുദേവൻ കുരിശിലേറ്റുന്ന ആ രംഗമൊക്കെ വളരെ സിമ്പിളായിട്ട് ചിത്രീകരിച്ച് അങ്ങിരിക്കും. അപ്പോൾ ആൾക്കാർക്ക് ആ ക്രൂരത, യേശുദേവൻ ഉണ്ടായ ഒരു ക്രൂരത മാക്സിമം ആൾക്കാരിലേക്ക് എത്തിച്ചെങ്കിലേ ആൾക്കാർക്ക് അതൊരു ഫീൽ ആവത്തുള്ളൂ. ഇപ്പം മഹാഭാരത യുദ്ധം നടത്തിക്കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് നടത്തിക്കഴിഞ്ഞാൽ എന്തായാലും മാക്സിമം അതിൻ്റെ അകത്തൊരു ഒരു ത്രില്ലടിപ്പിക്കുന്ന ഭയങ്കര ഒരു അക്രമാസക്തമായ ഒരു ഭയങ്കര ഭീകരത കാണിക്കുമ്പോഴാണ് അതിനൊരു ഇത് വരുന്നത്. അപ്പം നമ്മൾ അതിനെയൊക്കെ അങ്ങനെ കാണാൻ പാടുള്ളൂ. ഇത് ഓൾറെഡി ഇവർ ഒരു വയലൻസ് ചിത്രമാണെന്ന് A സർട്ടിഫിക്കറ്റിൽ ഇറങ്ങിയൊരു പടമാണ്. അപ്പോൾ അതിൻ്റെ അവർ എക്സ്ട്രീം ലെവലിൽ പോകും. അപ്പോൾ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വയലൻസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. അത് നിങ്ങളെ എന്തുവായാലും നിരാശപ്പെടുത്തില്ല. ഫാമിലിയായിട്ടൊക്കെ കാണാൻ ഞാൻ പറയില്ല, അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഒരു ട്രാവൽ ചാനലാണ്, നമ്മൾ ട്രാവൽ വീഡിയോസാണ് ചെയ്യുന്നത് കൊണ്ടും നമ്മൾ സിനിമ റിവ്യൂ നമ്മൾ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ട്രാവൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾ ഇതൊരു റിവ്യൂ ആയിട്ട് ഒരിക്കലും എടുക്കല്ല, എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മാർക്കോയുടെ മുന്നിൽ വീഴുന്ന നിങ്ങളുടെ ഓരോ വാക്കിനും എണ്ണം വേണം.